പബ്ജി ബാൻ ചെയ്തിരുന്നെങ്കിൽ മൂന്നാം ദിവസം വരുന്ന വാർത്തയാണ് ടെൻസെന്റ് ഗെയിംസിന് അവരുടെ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് $34 ബില്യൺ നഷ്ടമായിരിക്കുന്നത് പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്തുകൊണ്ട്. അതായത് ഏകദേശം 2.5 ലക്ഷം കോടി രൂപ. ഇതേപോലെ തന്നെ US മുമ്പ് വിചാറ്റ് ബാൻ ചെയ്തപ്പോൾ ഏകദേശം $66 ബില്യൺ മാർക്കറ്റ് വാല്യൂ ഷെയർ ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നല്ല. പബ്ജി ബാൻ ചെയ്തതിന് ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട്, അതേപോലെ ദൂഷ്യവശങ്ങളുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇത് വരുമാന മാർഗ്ഗമായിരുന്നു, കുറേ പേർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ചിലർക്ക് പബ്ജി ഒരു വികാരം പോലെയായിരുന്നു. അത് നമുക്ക് അവരുടെ ഫാൻ പേജും അവരുടെ ഗെയിംസും ഇത് പബ്ജി ബാൻ ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പബ്ജി ബാൻ ചെയ്ത് 2-ാം ദിവസം തന്നെ എൻകോർ ഗെയിംസ്, അതായത് ബാംഗ്ലൂർ ബേസ്ഡിലെ ഒരു ഗെയിം സ്റ്റാർട്ടപ്പാണ് എൻകോർ ഗെയിംസ്. അവരുടെ പുതിയ ഗെയിം FAUG ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗെയിമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ. അത് മാത്രമല്ല പബ്ജി ഓൾറെഡി ബാൻ ചെയ്തിട്ട് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ടിക്ടോക്ക് ഇതേപോലെ തന്നെയായിരുന്നു, ബാൻ ചെയ്ത് 3-4 ദിവസം ടിക്ടോക്ക് വർക്ക് ചെയ്തു. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ സെർവറിലേക്കുള്ള നെറ്റ് കട്ട് ചെയ്യുന്നതോടുകൂടി പബ്ജിയും ഫുള്ളായിട്ട് ബാനാവും. അപ്പോൾ ഇത് എത്ര ദിവസം കൂടി പബ്ജി ഇങ്ങനെ ഓടും എന്നറിയില്ല. അപ്പോൾ പബ്ജി കട്ടായി കഴിഞ്ഞാൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ഏത് ഗെയിമാണുള്ളത്? പബ്ജിക്ക് തുല്യം പബ്ജി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, അതിന് പകരം ഇപ്പോൾ ഇനിയൊരു പ്രതീക്ഷയില്ലെങ്കിൽ അടുത്ത 5 ഗെയിംസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പബ്ജി ബാൻ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പകരം ഇന്ത്യയിൽ പുതിയൊരു ഗെയിം അതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഞാൻ പബ്ജി വെച്ചിട്ട് ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുതിയ മൊബൈൽ അൺബോക്സ് ചെയ്യുമ്പോൾ, ഐപാഡ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിലൊക്കെ പബ്ജിയുടെ ഗെയിം പ്ലേ ഞാൻ കാണിച്ചിരുന്നു. ഇതല്ലാതെ പബ്ജി എങ്ങനെ TV-യിൽ കളിക്കാമെന്ന് പറഞ്ഞ ഒരു തനി വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് FAUG-യെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. കാരണം ആദ്യം ഞാൻ കരുതിയത് FAUG എന്ന് പറയുന്നത് ഇത് പബ്ജി ബാൻ ചെയ്തതിൻ്റെ ട്രോൾ എന്ന രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ആ വിവരങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ എൻകോർ ഗെയിംസ് എന്ന് പറഞ്ഞ ഗെയിം സ്റ്റാർട്ടപ്പാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത്, FAUG എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ ആ ഒരു കമ്പനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ഗെയിമിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നത്. കാരണം ഈ കമ്പനിയുടെ ചീഫ് അഡ്വൈസർ എന്ന് പറയുന്നത് വിശാൽ ഗോണ്ടാലാണ്. വിശാൽ ഗോണ്ടാൽ ഇന്ത്യ ഗെയിംസിന്റെ ഫൗണ്ടർ കം CEO ആയിരുന്നു. അതായത് 2011 ഡിസ്നി ആ കമ്പനി വാങ്ങുകയാണ് ചെയ്യുന്നത് $100 മില്യൺ. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും വലിയൊരു എമൗണ്ടിന് ആ ഒരു കമ്പനി വാങ്ങണമെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഒരു ഗെയിമിംഗ് കമ്പനിയായിരുന്നു ഇന്ത്യ ഗെയിംസ്. ഇപ്പോൾ കറൻ്റ്ലി വിശാൽ ഗോണ്ടാൽ ഈ ഒരു എൻകോർ ഗെയിംസിൻ്റെ ചീഫ് അഡ്വൈസറുമാണ്. അതേപോലെ തന്നെ ഗൂച്ചി എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ബാൻഡ് ഉണ്ട്, അതിൻ്റെ CEOയും ഫൗണ്ടറുമാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് വക തരുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഓൾറെഡി ഗെയിമിംഗ് രംഗത്ത് പരിചയസമ്പന്നമായിട്ടുള്ള ഒരു അഡ്വൈസറുള്ള ഒരു കമ്പനിയാണ് എൻകോർ ഗെയിംസ്. അതുപോലെ തന്നെ എൻകോർ ഗെയിംസിന്റെ മെയിൻ പാർട്ട്ണറാണ് റോവിയോ, അതായത് ആംഗ്രി ബേർഡ്സിന്റെ ഗെയിം ഡെവലപ്പർ കമ്പനിയാണ് റോവിയോ. അപ്പോൾ അവരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ഗെയിമിന്റെ ഗ്രാഫിക്സും അതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് ഏകദേശം പ്രതീക്ഷ തരുന്ന ഒരു വകുപ്പാണത്. FAUG എന്ന ഗെയിമിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ലാസ്റ്റിലേക്കാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് പബ്ജി എന്ന ഗെയിം ബാൻ ചെയ്തപ്പോഴാണ് ഈ ഒരു ഗെയിമിന്റെ റിലീസ് പ്രഖ്യാപിച്ചത്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഈ ഒരു FAUG എന്ന് പറഞ്ഞ ഗെയിമിന്റെ ഡെവലപ്മെന്റ് മെയ്യിലേ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഡീറ്റെയിൽസ് ഒക്കെ അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ മെയ്യിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് റിലീസ്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പബ്ജി ബാൻ ചെയ്തുകൊണ്ട് ഇനിയും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അവർ കാര്യങ്ങൾ പുഷ് ചെയ്ത് തുടങ്ങുന്നതാണ്. കാരണം എൻകോർ ഗെയിംസ് അവരുടെ പേജിലൂടെ ട്വീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അക്ഷയ് കുമാറും ട്വീറ്റ് ചെയ്തിരുന്നു ഇങ്ങനത്തെ ഒരു ഗെയിമിനെ കുറിച്ച്. കാരണം അക്ഷയ് കുമാറും അവരെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഗൂച്ചിയുടെ ബ്രാൻഡ് അംബാസഡറും അക്ഷയ് കുമാറാണ്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് വേറൊരു കാര്യമാണ് ഈ ഗെയിമിൻ്റെ. കാരണം ഇത്രയും വലിയൊരു ഗെയിം ലോഞ്ച് ചെയ്യേണ്ടതിൻ്റെ മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമിൻ്റെ 20% നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാരത് കേവിയർ ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഗെയിംസ് കളിച്ചിട്ട് വേറെ കമ്പനിക്ക് പുറത്തുള്ള കമ്പനികൾക്ക് പൈസ കൊടുക്കണമെന്നുള്ളത് ഇത്രയും നല്ലൊരു ഗെയിം ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അവരെ ഇന്ത്യൻ ഗെയിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ സോൾജേഴ്സിനും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ FAUG-നെ കുറിച്ച് മനസ്സിലാക്കിയത്. FAUG-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നാണ്. നെയിം ഏതാണ്ട് സിമിലാരിറ്റി അല്ല, 100% സിമിലറാണ്. FAUG-യും പബ്ജിയും തമ്മിലൊരു വ്യത്യാസവും എനിക്ക് വലിയ തോന്നുന്നില്ല നെയിമിൽ. അതൊരു കോപ്പി ക്യാറ്റാണ്. പിന്നെ ഇതല്ലാതെ ഇവർ ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു, അതും ഏകദേശം ഒരു കോപ്പി ക്യാറ്റ് പോസ്റ്ററാണ്. കാരണം അത് ഓൾറെഡി ഷട്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു സ്റ്റോക്ക് ഇമേജാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ റിലീസ് എന്ന രീതിയിൽ ഒരു പോസ്റ്റർ എന്ന രീതിയിൽ മാത്രം കാണിക്കാനാണ് അവർ ചെയ്തത്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽസ്, അതായത് ഇത്രയും നല്ലൊരു അഡ്വൈസർ ഈ ഒരു കമ്പനീനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ
അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി പരിചയസമ്പന്നമായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത്. റോവിയോ എൻകോർ ഗെയിംസിൻ്റെ പാർട്ട്ണറാണ്. ഇതൊക്കെ ഒരു പ്രതീക്ഷ തരുന്ന വകയാണ്. ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് ഗെയിം റിലീസ് പറഞ്ഞിരിക്കുന്നത്. PUBG ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഗ്രാഫിക്സിലായാലും ഗെയിം പ്ലേയിലായാലും എന്താ പറയുക, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നതിനായാലും എല്ലാത്തിലും ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ബെഞ്ച് മാർക്കിനൊപ്പം നമ്മുടെ പുതിയ FAU-G എന്ന് പറഞ്ഞ ഗെയിം എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ സക്സസ്ഫുള്ളായ ഒരു ഗെയിം ആയിരിക്കും. കാരണം അത്രയും സെയിം ലെവലോ അതിനേക്കാൾ ബെറ്റർ എക്സ്പീരിയൻസോ ഗെയിം പ്ലേ നൽകുകയാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും അതിൽ ചൂസ് ചെയ്യുന്നു. കാരണം PUBG എന്നൊരു ഗെയിം ഇത്രയും വലിയൊരു ഗെയിമായത് നമ്മളെല്ലാവരും അത് കളിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഗെയിമിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്, ഗെയിം പ്ലേ എക്സ്പീരിയൻസും ഇതൊക്കെ തരികയാണെങ്കിൽ. അതാണ് PUBG ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. എന്നാൽ പുതിയൊരു ഈ ഒരു ഗെയിം ലോഞ്ച് ആവുന്ന വരെ PUBG ഇപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ബാൻ ആവും, പറയാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എത്ര ദിവസത്തേക്ക് അവരുടെ സെർവറിലേക്ക് ആക്സസ് തരുന്നു അതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PUBG കട്ടാവും. അപ്പോൾ ആ ഒരു ഗെയിം റിലീസാവുന്ന വരെ PUBGക്ക് പകരം വേറെ ഏത് ഗെയിംസാണുള്ളത്? PUBGക്ക് പകരം PUBG മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ടോപ്പ് 5 ഗെയിംസ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ഫ്രീ ഫയർ ആണ്. ഞാനെപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിൽ ട്രോൾ അങ്ങോട്ടും കണ്ടിട്ടുണ്ട്. ഫ്രീ ഫയർ ആണ് ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ ഫാൻസ് പറയുന്നത്. അതേപോലെ PUBG ആണ് ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ PUBG ഫാൻസും പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ PUBG എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഫ്രീ ഫയറിനേക്കാളും. കാരണം കൂടുതൽ ഗെയിം പ്ലേ ഓപ്ഷൻസും അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ കൊള്ളിച്ചുകൊണ്ടുള്ള ഗെയിംസ്, അതേപോലെ മാപ്സ്, ഇതൊക്കെ കൂടുതലുള്ളത് PUBGയിലാണ്. കാരണം ഫ്രീ ഫയറിൽ 3 മാപ്പുകളിൽ ഇതൊക്കെ നെഗറ്റീവ് ഭാഗങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് അതിന് ശേഷം പറയാം. അതായത് 3 മാപ്പുകളേ ഉള്ളൂ. വളരെ കുറച്ച് ഗെയിം ടൈപ്സ്, ഗെയിം മോഡ്സ് പ്ലേ ചെയ്യാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 50 പേരെ ഇതിൽ കൊള്ളുകയുള്ളൂ അറ്റ് എ ടൈം കളിക്കാൻ. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBG ഹൈ ഗ്രാഫിക്സ് റൺ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മികച്ച മൊബൈൽ ഫോണുകൾ തന്നെ വേണം. കാരണം കുറച്ച് ഹൈ എൻഡ് മൊബൈൽ ഫോൺസ് വേണം. പക്ഷേ ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിനാകുമ്പോൾ വളരെ കുറച്ച് ചെറിയ സ്പെക്കുള്ള ഫോണിൽ പോലും വളരെ നന്നായിട്ട് കളിക്കാൻ പറ്റും. അതായത് ഏകദേശം 540 MB അതിൻ്റെ സ്പേസ് ഉള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ PUBG വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ഫയറിൽ വെപ്പൺസ് തീരെ കുറവാണ്. അതേപോലെ ഗ്രനേഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. PUBGയിലാണെങ്കിൽ വളരെ വാസ്റ്റാണ്. പിന്നെ PUBG പോലെ തന്നെ ഒരു ഗെയിം എക്സ്പീരിയൻസ് തരുന്നൊരു ഗെയിം തന്നെയാണ് ഫ്രീ ഫയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PUBGയുടെ ഒറിജിനൽ വേർഷൻ്റെ ലൈറ്റ് ഉണ്ട്, PUBG ലൈറ്റ്. ആ ലൈറ്റിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഫ്രീ ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ എക്സാക്റ്റ് കോപ്പി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഗെയിം ഫ്രീ ഫയർ. അപ്പോൾ ഇനി രണ്ടാമത്തെ ഗെയിമിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഫോർട്ട്നൈറ്റ് ആണ്. ഫോർട്ട്നൈറ്റ് ഈ റീസെൻ്റ്ലി വളരെ വാർത്തയിലൊക്കെ ഇടം പിടിച്ചൊരു ഗെയിമാണ്. കാരണം ആപ്പിൾ അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒഫീഷ്യലി അവർ റിമൂവ് ചെയ്തിരുന്നു. കാരണം അത് എന്തോ പേയ്മെൻറ്റ് ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫോർട്ട്നൈറ്റിൽ എന്തെങ്കിലും പേയ്മെൻറ്റ്, അതായത് കാശ് കൊടുത്ത് എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ ആപ്പിൾ എടുക്കുന്നു. അപ്പോൾ അത് അവർക്ക് അതിൽ തന്നെ എന്തോ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പിന്നീട് അവരുടെ ആ ഗെയിം ആപ്പിളിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ്ലി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂ കാരണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിം പ്ലേയും ഗെയിം എക്സ്പീരിയൻസും ഗ്രാഫിക്സും ഒക്കെ കുറച്ചിട്ട് വളരെ മികച്ച ഗെയിമാണ്. അതേപോലെ നല്ല മാപ്പുകളുണ്ട്, നല്ല ഗെയിം പ്ലേ എക്സ്പീരിയൻസ് തരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് പേര് കളിക്കുന്ന ഒരു ഗെയിം കൂടിയാണ് ഫോർട്ട്നൈറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഐഫോൺ ആണെങ്കിൽ അവർക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ iOS ഇൻസ്റ്റാൾ പോലും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഗെയിം. പിന്നെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഐഫോൺസ് ഉണ്ട്, അതായത് പഴയ സെക്കൻഡ് ഹാൻഡ് ഫോൺസിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഫോൺ വാങ്ങണമെങ്കിൽ ഇപ്പോൾ സാധാരണ മാർക്കറ്റ് വാല്യൂക്കാളും 20,000-30,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങേണ്ട ഒരു ഈ ഗെയിം കളിക്കാനായിട്ട്. അത് ഓൾറെഡി അങ്ങനെ വിൽക്കുന്നവരും ഉണ്ട്. ഇബേയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ഗ്രാഫിക്സും ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ഏകദേശം നന്നായിട്ട് തരുന്നൊരു ഗെയിമാണ് ഇത്. അതേപോലെ തന്നെ ഒരുപാട് മാപ്പുകളുണ്ട്, ഒരുപാട് വെപ്പൺസ്. അതേപോലെ PUBGയുമായിട്ട് കിടപിടിക്കുന്നൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ഇത് തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലാണ്. ഇത് ഏകദേശം PC ഗെയിമായിട്ടുള്ള സിമിലർ ഗെയിമാണ്. ഒരു സമയത്തെ PC ഗെയിംസിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിംസിലൊന്നായിരുന്നു കോൾ ഓഫ് ഡ്യൂട്ടി. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഗെയിം പ്ലേ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നല്ല ഗ്രാഫിക്സും തരുന്നൊരു ഗെയിം തന്നെയാണ് മൊബൈലിലുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടിയിലെ വെപ്പൺസും ഇതൊക്കെ ഏകദേശം PUBGയായിട്ട് സിമിലർ തന്നെയാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് PUBGയുടെയും ഫോർട്ട്നൈറ്റിൻ്റെ ഒരു മിക്സ് പോലെയാണ് കോൾ ഓഫ് ഡ്യൂട്ടി ഇറക്കിയേക്കുന്നത്. അതായത് അവിടെ നിന്ന് കുറച്ച് PUBGയിൽ നിന്ന് കുറച്ച് ഫോർട്ട്നൈറ്റിൽ നിന്ന് കുറച്ച്. പക്ഷേ വളരെ മികച്ചൊരു ഗെയിം എക്സ്പീരിയൻസ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടി തരുന്നത്. ഇപ്പോൾ ഈ പോസിറ്റീവ്സ് ഉള്ള ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവരെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBGയിൽ എന്ന് പറയുന്നത് കുറേ മാപ്പുകൾ, ഒരുപാട് ഗെയിം മോഡ്സും ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും മാപ്സും ഗെയിം മോഡ്സൊന്നും കോൾ ഓഫ് ഡ്യൂട്ടിയിലില്ല.
പിന്നെ എനിക്ക് പ്രധാന പ്രശ്നം തോന്നുന്നത് മാച്ച് മേക്കിംഗ് അത്രയും സ്മൂത്ത് അല്ല പബ്ജി പോലെ. പബ്ജിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു ഏരിയ സെലക്ട് ചെയ്ത് ഞാൻ ഏരിയയിലെ ആൾക്കാരുമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെർവർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇതാക്കുകയാണ്. അത് നമുക്കൊരു തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ വളരെ മികച്ചൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 4ാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഷാഡോ ഗൺ ലെജൻഡ്സ് ആണ്. ഇതിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വളരെ ഇൻറ്റൻസ് ആണ്. അതേപോലെ തന്നെ ഗ്രാഫിക്സും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിലെ വെപ്പൺസും അതേപോലെ തന്നെ ഗെയിം പ്ലേയും ഒക്കെ വളരെ മികച്ചതാണ്. പിന്നെ ക്യാരക്ടേഴ്സ് വേറെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് വെപ്പൺസ് ഉണ്ട്, മാപ്പും അതേപോലെ തന്നെ വളരെ വലിയ മാപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയത് നമ്മൾ സോളോ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് വളരെ റിപ്പീറ്റേറ്റീവായിട്ട് തോന്നും പല കാര്യങ്ങളും. വീണ്ടും സെയിം പുതിയ കാര്യങ്ങളൊന്നും കിട്ടാത്ത പോലെ തോന്നും. പിന്നെ വളരെ കുറച്ച് പേരെ ഈ ഗെയിം കളിക്കുന്നുള്ളൂ. കൂടുതൽ ആൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ കുറേ പേര് കളിക്കാണ്ടാവുമ്പോഴാണല്ലോ അതിൻ്റെ രസം കൂടുക. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. കുറച്ച് കൂടുതൽ പേര് കളിക്കും തോറും ഇതിലേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്നൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഗെയിം തന്നെയാണ് ഷാഡോ ഗൺ ലെജൻഡ്സ്. 5ാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഓപ്സ് ആണ്. ഇത് വളരെ വലിയൊരു ഗെയിമാണ്. അതേപോലെ തന്നെ വലിയ മാപ്സ്, ഒരുപാട് പേര് കളിക്കുന്ന ഒരു ഗെയിമുകളിലൊന്നാണ്. ഇതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ ഒന്നാണ്. ഇത് വൈഡ് വെറൈറ്റി ഓഫ് വെപ്പൺസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗെയിം പ്ലേ എക്സ്പീരിയൻസും വളരെ മികച്ചതായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ആദ്യത്തെ 4 ഗെയിമിൻ്റെ അത്രയ്ക്ക് എത്തിയില്ല. പക്ഷേ ഗ്രാഫിക്സ് ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ 4 ഗെയിംസിൻ്റെ അത്രയ്ക്കും എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നുന്നത് ഇതിൻ്റെ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ലോസ്റ്റായി പോകുന്നുണ്ടായിരുന്നു, കട്ടായി പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സെർവർ ഇഷ്യൂ ആയിരിക്കും, അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം വേറെ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇത് കംപ്ലീറ്റ്ലി തരുന്നത്. പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ വെപ്പൺസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ 5 ഗെയിമിൽ നിന്ന് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു 5 ഗെയിംസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾക്ക് പബ്ജി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ FAUG എന്നൊരു ഗെയിം പബ്ജി എന്നൊരു ഗെയിമുമായിട്ട് കിടപിടിക്കുമോ അതോ അതിനേലും താഴെയാവോ? ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പബ്ജി എന്നൊരു ഗെയിം ഇത്രയും സക്സസ്ഫുള്ളും ഇത്രയും വൈഡ് സ്പ്രെഡ് ആവാൻ കാരണം കുറേ പേര് അതിലേക്ക് അഡാപ്റ്റ് ആയി എന്നുള്ളതാണ്. അത് കാരണം കുറേ പേര് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം കളിച്ചു തുടങ്ങിയതാണ്. അതേപോലെ തന്നെയാണ് എല്ലാ ഗെയിംസും വലുതാവുന്നത്. എല്ലാ ആപ്പുകളായാലും ഗെയിംസ് ആയാലും വളരുന്നത്. ഇപ്പോൾ വാട്സാപ്പും അതേപോലെ തന്നെ ഒരുപാട് പേര് അതിലേക്ക് അഡാപ്റ്റ് ആയതുകൊണ്ടാണ് വാട്സാപ്പ് ഇത്രയും വലുതായിരിക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഒരുപാട് വേറെ ആപ്പുകൾ വന്നു. പക്ഷേ അതൊന്നും അത്രയ്ക്കും സക്സസ്ഫുൾ ആയില്ല. കാരണം അത് അത്രയും പേര് യൂസ് ചെയ്തില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ഗെയിമും ഓരോ ആപ്പും സക്സസ്ഫുൾ ആവുന്നത്. മാത്രമല്ല പബ്ജിയുടെ ഡെവലപ്പർ ഗെയിം സക്സസ്ഫുൾ ആവും തോറും കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു, കുറച്ചുകൂടി ബെറ്റർ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ നിലനിന്ന് പോയിരുന്നത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ബാനായി, ഇനിയിപ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. തിരിച്ചു വന്നാൽ അതുപോലെ തന്നെ പോവും. പക്ഷേ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയാൽ പറ്റും. അപ്പോൾ അതിന് പകരമായിട്ടുള്ള പുതിയൊരു ആപ്പായിട്ട് ഓൾറെഡി ഒരു ഇന്ത്യൻ കമ്പനി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, FAUG. അപ്പോൾ അത് ഇതേപോലെ മികച്ച ഗെയിം എക്സ്പീരിയൻസും എല്ലാം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ ആളുകൾ അത് ആ ഗെയിമിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഫുള്ളി ഡെവലപ്പ് ചെയ്യുന്നൊരു ഗെയിമായതിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനി FAUG-നെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും പബ്ജി കംപ്ലീറ്റ്ലി പോകുമ്പോഴുള്ള ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഏതായാലും എല്ലാ ഗെയിംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറേ പേര് പബ്ജി കളിക്കുന്നുണ്ടാവും ഓൾറെഡി. അപ്പോൾ അവർക്കൊക്കെ പബ്ജി പോയാൽ വിഷമം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പുതിയ ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഇതേപോലുള്ള ടെക് ടിപ്സും പുതിയ അൺബോക്സിങ്ങും റിവാർഡിംഗ് ആപ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.